കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആർഭാടം ഒട്ടും കുറയ്ക്കാതെ സർക്കാർ. തദ്ദേശ ദിനാഘോഷത്തിന്റെ പേരിൽ കോടികൾ പൊടിക്കാനാണ് നീക്കം. ആഘോഷ ചെലവിനായി 5.5 കോടി രൂപയാണ് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ 30,000 രൂപ നൽകണം, മുനിസിപ്പാലിറ്റികൾ 1.25 ലക്ഷം നൽകണം, കോർപ്പറേഷനുകൾ 5 ലക്ഷവും നൽകണം. സ്വരാജ് ട്രോഫിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഈ പണം കൊടുക്കണം. പണം കൊടുക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അടുത്ത ബജറ്റിൽ എങ്ങനെയാകും കാര്യങ്ങളിൽ വീതം വെപ്പ് എന്നുള്ള കാര്യത്തിൽ അടക്കം പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ധൂർത്തിന്റെ വിവരം ലഭിക്കുന്നത്. എന്താണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവുകളുടെ പകർപ്പിൽ നിന്നും വ്യക്തമാകുന്നത് പ്രസാദ്? സ്മൃതി, തദ്ദേശ ദിനാഘോഷം നടക്കുകയാണ് ഈ ഫെബ്രുവരി മാസം. അതിൻ്റെ ഭാഗമായി വലിയ ചെലവ്, ചെറിയ ചെലവൊന്നും അല്ല സ്മൃതി, കോടികളുടെ ചെലവാണ്. 5,55,45,000 രൂപയാണ് ഇങ്ങനെ പിരിക്കുമ്പോൾ എടുക്കുക. അതായത് സ്വന്തം ചെലവുകൾക്ക് വേണ്ടി പഞ്ചായത്തുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും എല്ലാം പെടാപ്പാട് പെടുന്നതിനിടയിലാണ് തദ്ദേശ വകുപ്പ് ഇത്തരത്തിൽ പണം പിരിക്കാനുള്ള വലിയ നീക്കം നടത്തുന്നത്. അത് ഈ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ 30,000 രൂപ കൊടുക്കണം. അതായത് 941 പഞ്ചായത്തുകളിൽ നിന്ന് 2,82 ലക്ഷം രൂപ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കും. ജില്ലാ പഞ്ചായത്ത് 14 എണ്ണമുണ്ട്, കോർപ്പറേഷൻ 6 ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് 152 ഉണ്ട്. ഇതെല്ലാം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആകെ 5,55 ലക്ഷം രൂപയാണ് പിരിച്ചെടുക്കുന്നത്. സ്മൃതി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്മൃതി പറഞ്ഞതുപോലെ ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കെ ആർഭാടത്തിൽ ഒരു കുറവുമില്ല എന്നതിൻ്റെ സൂചനയാണ്. അതായത് തദ്ദേശ ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കാൻ എന്ന് തന്നെയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ പണം അടച്ചില്ലെങ്കിൽ സ്വരാജ് ട്രോഫിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനുമുള്ള നിർദ്ദേശം ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തനത് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ധാരാളം നമുക്കറിയാം. വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴും അതൊന്നും കാണാതെയാണ് ആർഭാടത്തിൽ ഇത്രയും കോടികൾ പൊടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തദ്ദേശ ദിനാഘോഷം നടത്താൻ സർക്കാർ ആലോചിക്കുന്നത്. സ്മൃതി, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.